നമസ്കാരം. ദുരന്തമുണ്ടായി 1.5 വർഷം പിന്നിട്ട ശേഷം പിണറായി സർക്കാർ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ട് ദുരന്തത്തിൽ ഇരകളായ 500-ലധികം കുടുംബങ്ങളിൽ 178 പേർക്ക് വീട് കൈമാറിയിരിക്കുന്നു. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് നിർമ്മിക്കാൻ എന്തിനാണ് 1.5 വർഷത്തിലധികം എടുത്തത് എന്നത് ആർക്കും ഉത്തരം കിട്ടുന്ന ചോദ്യമല്ല. മാത്രമല്ല, എന്തിനാണ് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 30 ലക്ഷം രൂപ മുടക്കിയത് എന്നതും ചോദ്യമായി നിലനിൽക്കുന്നു. ബാക്കി കുറച്ചു പേർക്ക് കൂടി തെരഞ്ഞെടുപ്പിന് മുൻപ് വീട് കൈമാറാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്ന് ഭയപ്പെട്ടാണ് നേരത്തെ ധൃതി പിടിച്ച് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ താക്കോൽ കൈമാറ്റം സംഘടിപ്പിച്ചത്. ഇതിന് പേരിൽ CPIM നാടുനീളെ ചുവരെഴുത്തുകൾ നടത്തി വോട്ട് നേടാനുള്ള നീക്കത്തിലാണ്. എന്നാൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ജീവനും സ്വത്തും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അത് നൽകാൻ വേണ്ടി കൊടുത്ത 800 കോടിയിലധികം രൂപയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് സർക്കാർ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്നത് ചർച്ചയാവാതെ പോകുന്നു. കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗുമൊക്കെ അവരുടെ കയ്യിലെയും നാട്ടുകാരുടെയും പണമെടുത്ത് വീട് വെച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് സർക്കാരിൻ്റെ പണമെടുത്ത് 178 വീട് മാത്രം വെച്ചു കൊടുത്തിട്ട് വലിയ വീമ്പ് സർക്കാർ ഇളക്കുന്നത്. ഇതിനുവേണ്ടി നാട്ടുകാർ കൊടുത്ത പണത്തിൻ്റെ 1/3 പോലും ഉപയോഗിക്കാതാണ് ഈ അഭ്യാസം എന്നോർക്കണം. എന്നിട്ടും അതിൻ്റെ പേരിൽ കോലാഹലമുണ്ടാക്കി വോട്ട് തട്ടാൻ ശ്രമിക്കുന്ന സർക്കാർ ഇന്നലെ മറ്റൊരു അബദ്ധം കൂടി കാണിച്ചു. താക്കോൽ കൈമാറ്റ ചടങ്ങിൽ സ്ഥലം MLA T സിദ്ദിഖിനെയും സർക്കാർ ക്ഷണിച്ചിരുന്നു. സർക്കാരുമായി ഭിന്നതകളുണ്ടെങ്കിലും ക്ഷണം നിരസിക്കാതെ സിദ്ദിഖ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. എന്നാൽ സിദ്ദിഖിനെ ക്ഷണിച്ചു വരുത്തി അപമാനിക്കാനായിരുന്നു CPM തീരുമാനിച്ചത്. അതുകൊണ്ടാണ് പുറത്തുനിന്ന് ആളെ ഇറക്കി സിദ്ദിഖിന്റെ പ്രസംഗ സമയം മുഴുവൻ ഉറക്ക കൂവാൻ അവർ ഏർപ്പാട് ചെയ്തത്. അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA ശ്രീ T സിദ്ദിഖ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രാജൻ മിനിസ്റ്റർ, ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, പ്രിയപ്പെട്ട മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഇത് നാട്ടുകാരല്ല, പുറത്തുനിന്ന് വന്ന രാഷ്ട്രീയ തിമിരം ബാധിച്ച അന്തം കമ്മികളാണ് എന്ന് സിദ്ദിഖിൻ്റെ ഈ മണ്ഡലത്തിലെ പ്രവർത്തനമറിയാവുന്ന സകലർക്കും അറിയാം. ചൂരൽമലയിലും മുണ്ടക്കയിലും പോയി അവിടുത്തെ ദുരിതബാധിതരോട് സംസാരിച്ചപ്പോൾ അവർ എന്നോട് തുറന്നു പറഞ്ഞതാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം സിദ്ദിഖിനെ പോലൊരു MLA കിട്ടി എന്നതാണെന്ന്. ദുരന്തമുണ്ടായ സമയം മുതൽ എന്നും എപ്പോഴും അവർക്കൊപ്പം നിന്ന് അവർ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ മുന്നിട്ടിറങ്ങിയ ജനകീയനായ MLA ആണ് സിദ്ദിഖ്. സിദ്ദിഖിനെ തള്ളിപ്പറയാൻ ദുരന്തബാധിതരായ ഒരാൾക്കും സാധിക്കുകയില്ല. വാസ്തവത്തിൽ ദുരന്തബാധിതർ സിദ്ദിഖിനെ കൈയടിച്ച് സ്വീകരിച്ചപ്പോൾ രാഷ്ട്രീയ തിമിരം ബാധിച്ച അന്തം കമ്മികളായിരുന്നു സിദ്ദിഖിനെ അധിക്ഷേപിച്ചുകൊണ്ട് അവിടെ എത്തിയത്. ഇത് CPM നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് എന്നതിന് പല തെളിവുകളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനോ മന്ത്രി K രാജനോ പോലും ഇതിൽ നിശബ്ദത പാലിച്ചു. താൻ പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ, തന്നെ വിളിക്കുന്നതിന് മുൻപ് മറ്റേ ആരെങ്കിലും വിളിച്ചാൽ, മൈക്കിന് ഉദ്ദേശിച്ച സൗണ്ട് ഇല്ല എന്ന് തോന്നിയാൽ, വേണ്ടത്ര വെട്ടം ആളുകൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിയാലൊക്കെ പൊട്ടിത്തെറിക്കുകയും ബഹളം വയ്ക്കുകയും മൈക്കിനെതിരെ വരെ കേസെടുക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ സിദ്ദിഖിനെ കൂവി വിളിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയായിരുന്നു. പിണറായി സംസാരിക്കുന്നതിനിടയിൽ പിറകുവശത്ത് പ്രകടന ശബ്ദം കേട്ടാൽ, വേറെ ഏതെങ്കിലും ശബ്ദം കേട്ടാൽ പൊട്ടിത്തെറിക്കുന്ന പിണറായിയാണ്, നിർത്താൻ അലർന്ന പിണറായിയാണ് പിണറായിയുടെ മുമ്പിൽ വെച്ച് ഈ കൂക്കി വിളി ഉണ്ടായപ്പോൾ മിണ്ടാതിരുന്നത്. ഇത് നൽകുന്ന സൂചന ഇതും മറ്റൊരു കിണർഗോലു പബ്ലിസിറ്റി സ്റ്റണ്ടായിരുന്നു എന്നാണ്. ആളെ കൂലിക്ക് വിളിച്ചു വരുത്തി കൂവിക്കുക, ആ കൂവലിനെ കുറിച്ച് വാർത്തയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇടുക, അങ്ങനെ കോൺഗ്രസ്സുകാരെ കൂവിയോടിക്കുകയാണ് പിണറായിക്കും കൂട്ടർക്കും കയ്യടിയാണ് എന്ന ഒരു നറേഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള നീക്കം. എന്നാൽ ഇതിനു മുൻപ് വീണ ജോർജിൻ്റെ കഴുത്തുളുക്ക് നാടകം പോലെ, പിണറായിയുടെ മോഹൻലാൽ ഇൻ്റർവ്യൂ പോലെ ഇതും 8 നിലയിൽ പൊട്ടിപ്പോയി. കാരണം T സിദ്ദിഖ് എന്ന ജനപ്രതിനിധിയെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങൾ അറിയുന്നത് പോലെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. സിദ്ദിഖിനെ പോലെ ജനങ്ങൾക്കൊപ്പം നിന്നൊരു നേതാവിന് പരസ്യമായി കൂവിയതിൽ ദുരിതബാധിതരായ മനുഷ്യർ ദുഃഖിതരാണ്. അവർ സിദ്ദിഖിനൊപ്പമാണ്, സിദ്ദിഖിനെ അപമാനിച്ചതിന് എതിരാണ്. അതുകൊണ്ട് തന്നെ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഈ കാട്ടിക്കൂട്ടിയ പബ്ലിക് റിലേഷൻ ഗിമ്മിക്സ് അവർക്ക് തിരിച്ചു കുത്തും എന്ന് തീർച്ചയാണ്. ജാവേദ് പർവേഷ് ഇങ്ങനെ എഴുതുന്നു, അധികാരം എന്തും ചെയ്യാനുള്ള ലൈസൻസായി കേഡറുകൾ കരുതുമ്പോൾ
അവർ ഒരു കുടിപ്പടയായി മാറും. ഈ മിലീഷ്യയാണ് കൊടും ക്രിമിനലുകളായി മാറി ബംഗാൾ മാർക്സിസ്റ്റുകാരുടെ പപ്പും പൂടയും പറിച്ചു മാറ്റുന്നതിലേക്ക് നയിച്ചത്. 34 വർഷം ബംഗാൾ വാണരുളിയ സഖാക്കൾക്ക് ഇന്ന് നിയമസഭയിൽ ഒരു സീറ്റുമില്ല. ബികേഷ് രഞ്ജൻ ഭട്ടാചാര്യ ഈ മാസം രാജ്യസഭാ ടേം പൂർത്തിയാക്കുന്നതോടെ ചരിത്രത്തിലാദ്യമായി ബംഗാളിൽ നിന്ന് പാർലമെന്റിൽ സഖാക്കളുടെ പങ്കാളിത്തം ശൂന്യം. കേരളത്തിൽ നിന്നും ഒരു രാധാകൃഷ്ണൻ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ ഔദാര്യത്തിലാണ് 2 MP-മാർ വേറെയുള്ളതെന്ന് ഓർക്കണം. ഈ കുടിപ്പടയാണ് വയനാട്ടിൽ ടി സിദ്ദിഖ് MLA-യെ കൂവിയത്. അല്ലാതെ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട പകരം വീട് വാങ്ങാനെത്തിയ ഇരകളല്ല. കലക്ട്രേറ്റിൽ നിന്ന് കൊടുത്ത പാസുമായി ഗുണ്ടാപ്പട കൂവാനെത്തി. ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് 300 ആളുകളുടെ മരണത്തിലേക്ക് ആ ദുരന്തത്തെ നയിച്ചത്. മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ജനങ്ങളെ അപകടമേഖലയിൽ നിന്നും ഒഴിപ്പിച്ചില്ല. ഇപ്പോൾ നാട്ടുകാർ നൽകിയ കോടികളിൽ നിന്നാണ് ഏതാനും കോടികളെടുത്ത് ഇരകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. നല്ല കാര്യം. പക്ഷേ പണം സഖാക്കളുടേതല്ല, നാട്ടുകാരുടേതാണ്. ഗുണ്ടാപ്പട അത് മറന്നു. ടി സിദ്ദിഖിൽ നിന്ന് വീണ ജോർജും പിണറായി വിജയനും പഠിക്കണം. ഒരു ദുരന്തത്തെപ്പോലും പ്രൊപ്പഗണ്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഇവറ്റകളുടെ ഗുണ്ടാപ്പടയുടെ ഒരു തരത്തിലും പ്രകോപിതനാകാതെ എത്ര പക്വതയോടെയാണ് അയാൾ പ്രതികരിച്ചത്. പരിപക്വനായ ഈ രാഷ്ട്രീയ നേതാവിനെയാണ് അവിടെ കണ്ടത്. ഈ പക്വതയും സൗമ്യതയും മൈക്ക് കണ്ടാൽ കുപിതനാകുന്ന വിജയൻ നാളെയെങ്കിലും ലഭിക്കുമോ? ആലപ്പുഴയിൽ ഇതുപോലെ കുറേ എണ്ണം പാർട്ടി പരിപാടികൾ ബഹളം വച്ചപ്പോൾ കുപിതൻ വിജയനായി. കുടിച്ച് കള്ള് വയറ്റിൽ കിടക്കണമെന്നാണ് വിജയൻ സഖാക്കളോട് കുപിതനായി പറഞ്ഞത്. ഭരണകൂടം കൊലയ്ക്ക് കൊടുത്ത ഒരു വിഭാഗത്തിന് ഭാഗികാശ്വാസം നൽകുന്ന ചടങ്ങിൽ പോലും സ്ഥലം MLA-യെ കൂവിയ ക്രിമിനൽ സംഘത്തെ അടക്കിയിരുത്താനുള്ള ഔചിത്യം വിജയനോ കൂട്ടാളികൾക്കോ ഇല്ലാതെ പോയി. പ്രൊപ്പഗണ്ട ബിംബം മാത്രമാണ് വിജയൻ. പഴയ വാടിക്കൽ രാമകൃഷ്ണന്റെ പ്രേതം ഇന്നും ഉത്തരമലബാറിൽ മഴുവെട്ടിൽ ചോര വാർന്ന് നടക്കുകയാണ്. ബംഗാളിൽ എന്ന പോലെ അധികാരത്തിൽ പൊളിച്ചു നടന്ന ക്രിമിനലുകൾ നാളെ ഭരണ തകർച്ച ഉണ്ടാകുമ്പോൾ മുഴുവനും വടിവാളുമായി തെരുവിലിറങ്ങും. ഇതിനെ നേരിടുകയായിരിക്കും പുതിയ UDF സർക്കാരിൻ്റെ മുന്നിലെ ഒരു പ്രധാന വെല്ലുവിളി. ക്രിമിനലുകൾ വൈകാതെ നിലം പതിക്കും. ഇവർ പിന്നെ കൊടിയ വർഗീയ വിഷവുമായി പുതിയ പാർട്ടി പതാകകൾക്ക് കീഴിൽ അണിനിരക്കും. ചരിത്രം ആവർത്തിക്കാനുള്ളതാണ്. ടി സിദ്ദിഖിനെ അറിയാവുന്നവർ ഈ കൂവലിന് മറുപടി കൊടുക്കുമെന്ന് തീർച്ച. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിതരും ഈ ചതിക്കും ഈ വഞ്ചനയ്ക്കും ഈ കൂവലിനും മറുപടി കൊടുക്കാതിരിക്കില്ല.